യുവാക്കൾ കേരളം വിട്ടുപോകുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണല്ലോ. യുവാക്കൾ നാടുവിടുന്നത് മാത്രമാണോ സംഭവിക്കുന്നത്? അവർ മടങ്ങി വരുന്നുണ്ടോ? കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? കേരളത്തിലെ യുവാക്കൾ ഇപ്പോഴും നാടുവിടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനൊപ്പം തന്നെ നാടുവിട്ടവർ തിരിച്ചെത്തുന്നുണ്ട്. 2025 ആദ്യ 7 മാസങ്ങൾക്കുള്ളിൽ മാത്രം വിദേശ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്നുമായി ഏകദേശം 40,000 പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തി. സംസ്ഥാന വ്യവസായ വകുപ്പാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. IT, ഹെൽത്ത് കെയർ, ടൂറിസം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലേക്കാണ് കൂടുതൽ പേരും തിരിച്ചെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ UAEയിൽ നിന്ന് മാത്രം ഏകദേശം 9,800-ലധികം പ്രൊഫഷണലുകൾ തിരികെ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പുതിയ തൊഴിലവസരങ്ങൾ, സ്റ്റാർട്ടപ്പ് മേഖലയിൽ സംഭവിച്ച വളർച്ച, കുടുംബത്തോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവയാണ് യുവാക്കളെ സ്വന്തം മണ്ണിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ. മടങ്ങിയെത്തിയ യുവാക്കൾ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 6,300-ലധികം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2026 തന്നെ ഇത് 15,000-ആയി ഉയരുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം. ഏകദേശം 1 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ 8 വർഷത്തിനിടെ 5,800 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ സംഭവിച്ചു എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. (2023) കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം സംസ്ഥാനത്തിന്റെ പുറത്തുപോയവരിൽ വലിയൊരു വിഭാഗം മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉയർന്ന വരുമാനവും മികച്ച സാഹചര്യവും ലഭിച്ചാൽ മടങ്ങി വരാൻ തയ്യാറാണെന്ന് വിദേശത്ത് പഠിക്കാനോ ജോലിക്കോ പോയവരിൽ 55% പേരും ഈ സർവേയിലൂടെ അറിയിച്ചിട്ടുണ്ട്. കേരളം വിട്ട വിദ്യാർത്ഥികളുടെ കണക്ക് 2018 1.3 ലക്ഷമായിരുന്നു. അത് 2023 2.5 ലക്ഷമായി ഇരട്ടിച്ചു. നമ്മുടെ വിദ്യാർത്ഥികളെ ഈ നാട്ടിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഇനിയും വളരേണ്ടതുണ്ട് എന്നതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. പുതിയ സർക്കാർ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.